ഹായ്, അസ്സലാമു അലൈക്കും. ക്രിസ്മസ് എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ടൈപ്പ് ഗ്രാമർ വളരെ കുറഞ്ഞ ഷോർട്ടായിട്ട് ടൈം കൊണ്ട് എന്ത് ചെയ്യാണ്, സിമ്പിളായി സാറ് പറഞ്ഞുതരാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഒരു സാധനം നിങ്ങൾ രണ്ട് വാക്ക് പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻ ഇൻ ലം ലമ്മ ലീ ല. ഇൻ ലം ലമ്മ ലീല ഇല്ലേ? ഒറ്റ വാക്കിൽ പഠിക്കാൻ പോകുന്നത് ഇല്ലൻ ലമ്മ ലീല, ഇല്ലൻ ലമ്മ ലീല, ഇല്ലൻ ലമ്മ ലീല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഒറ്റ ചില വാക്ക് ഒറ്റ, അപ്പോൾ ഇല്ലൻ ലമ്മ ലീല എന്ന് പഠിച്ചാൽ എല്ലുമായി. ഇല്ലൻ ലമ്മ ലീല എന്ത് ചെയ്യണം, എപ്പോഴും എന്തായിരിക്കും എന്ന് പഠിക്കാൻ മതി. എന്തായിരിക്കും, എപ്പോഴും സുക്കൂനായിരിക്കും എന്ന് പഠിച്ചു നോക്കാം. എന്താണ് ഇല്ലൻ ലമ്മ ലീല, എപ്പോഴും സുക്കൂന് ആയിരിക്കും. ഇല്ലൻ ലമ്മ ലീല എപ്പോഴും എന്തായിരിക്കും, സുക്കൂനായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, ഇതിലേതെങ്കിലും ഒന്ന് എന്ത് ചെയ്തു, ഒരു മുലാരി ആയിട്ടുള്ള വാക്കിൻ്റെ മുലാരി ആയിട്ടുള്ള ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ വന്നു. ഇപ്പോൾ എഫ് അലു അല്ലേ, ഇതാണല്ലോ ഈ മുലാരി ആയിട്ട് വാക്ക്, എഫ് അലു മോഡൽ വാക്കല്ലേ. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം, ഈ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എപ്പോഴും സുക്കൂനാണ് കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, എന്താണ് ഇല്ലൻ ലമ്മ ലീല സുക്കൂനാവണമെന്ന് പഠിച്ചു വെക്കുക. അപ്പം ഒരു മുലാരി ആയിട്ട് യദ്ഹബു യക്തുബു യജ്ലിസു അങ്ങനത്തെ ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ എന്താ പറയുക, ഈ ഇല്ലൻ ലമ്മ ലീലയിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് വന്നാൽ അതിനെന്ത് ചെയ്യണം, അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന കൊടുക്കണം. അല്ലേ? ഇനി നമ്മൾ പഠിച്ചു വെക്കണം എന്താണ്, അൻ ലെൻ കൈ ഇതൻ, അൻ ലെൻ കൈ ഇതൻ അല്ലേ? ഇത് പഠിച്ചു വെക്കാനുള്ള ഒരു വാക്ക് പറഞ്ഞിട്ട് സാറ് അല്ലൻ കൈത. പല കൈതനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അല്ലൻ കൈത, ആൻ ലെൻ കൈ ഇതൻ. അല്ലൻ കൈത എപ്പോഴും എന്തായിരിക്കും, ഫത്തഹായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു മുലാരി ആയിട്ടുള്ള ഫിഅലിൻ്റെ തുടക്കത്തിൽ വന്നു അല്ലേ? അപ്പോൾ എന്താണ്, ഇപ്പോൾ വെല്ലൻ വന്നു ഒന്നാ എന്ത് ചെയ്യണം, ഈ വാക്കിനെ നെസ്ബ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ അക്ഷരത്തിന് എന്ത് ചെയ്യണം, ഫത്തഹ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഇല്ലൻ ലമ്മ ലീല എപ്പോഴും സുക്കൂനാവും. എന്ന് വെച്ചാൽ ഇല്ലൻ ലമ്മ ഇതിൽ ഈ വാക്കിൽ ഏതെങ്കിലും ഒന്ന് ഒരു മുലാരി ആയിട്ടുള്ള വാക്കിന് മുമ്പ് വന്നാൽ ആ വാക്കിനെ എന്ത് ചെയ്യണം, ജസ്മ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുക്കൂന് കൊണ്ട് മാർക്ക് ചെയ്യണം. ഇനിയോ അല്ലൻ കൈ ഇതൻ, അല്ലൻ കൈതയിൽ പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ ഫുൾ ടൈം ഫത്തഹ ആയിരിക്കും. എന്ന് വെച്ചാൽ ആ വാക്ക് അതിലേതെങ്കിലും ഒന്നൊരു മുലാരിന് മുമ്പ് വന്നാൽ എന്ത് ചെയ്യണം, അതിൻ്റെ അവസാനത്തെ അക്ഷരം എപ്പോഴും ഫത്തഹ് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനും പൂരിപ്പിക്കാനുമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ ഈ രണ്ട് റൂൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യും, ആൻസർ ചെയ്യാൻ പറ്റും. മാർക്കൊന്നും മിസ്സാവില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.